ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡീമൺ സ്ലെയർ ആനിമയിലെ സനമിയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഡീമൺ സ്ലെയർ ആനിമിൽ പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു ഹാഷിര എന്ന് പറയുന്നത് സനമി ആയിരിക്കും. അതിന് എടുത്തു പറയാനായിട്ട് രണ്ട് റീസൺ ആണ് ഉള്ളത്. അതിലൊന്ന്, നമ്മുടെ സനമി ആദ്യമായിട്ട് നമ്മുടെ നെസുക്കോയെ കാണുന്ന സമയത്തെ ആ ഒരു ബോക്സിനുള്ളിലുള്ള നമ്മുടെ നെസുക്കോയെ സ്വാഡ് വെച്ച് കുത്തി പരിക്കേൽപ്പിക്കുന്നതും, രണ്ടാമത്തെ റീസൺ സനമിയുടെ ബ്രദറായിട്ടുള്ള ഗിന്നിയെ കൊല്ലാൻ നോക്കിയതുമാണ്. അവിടെ ഒരുപക്ഷെ ടാഞ്ചറോ വന്നിട്ടില്ലെങ്കിൽ ഗിന്നിയുടെ കണ്ണ് തന്നെ പോയിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എന്തുകൊണ്ടാണ് സനമി ഇതുപോലെ റൂഡായിട്ട് മറ്റുള്ളവരോട് ദേഷ്യത്തിൽ ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് സനമയുടെ ബാക്ക് സ്റ്റോറി കാരണമാണ്. അപ്പോൾ സനമയുടെ ചെറുപ്പത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ സനമി അടക്കം ടോട്ടൽ 7 സഹോദരങ്ങളാണ് ഉള്ളത്. സനമയുടെ ഫാദർ ആണെങ്കിൽ ഇവരെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. തന്റെ ഫാദർ ഇവരെ ഉപദ്രവിക്കുന്ന സമയത്ത് തന്റെ അമ്മയാണ് അതൊക്കെ തടഞ്ഞു നിർത്തിയത്. ഇവരുടെ ഫാദറിന്റെ കയ്യിൽ നിന്നും ഒരുപാട് ഉപദ്രവം ഇവർക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ഒരു ദിവസം ആരുടെയോ കയ്യിൽ നിന്നും നമ്മുടെ സനമയുടെ ഫാദർ മരിക്കുന്നു. അങ്ങനെ സനമയുടെ ഫാദർ മരിച്ചത് കൊണ്ട് തന്നെ ഇവരുടെ ഫാമിലിയെ നോക്കി നടത്തുന്നത് സനമയുടെ അമ്മയാണ്. സനമയുടെ മദറിനെ നമ്മുടെ സനമി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. സനമി ഒരു പ്രാവശ്യം ഗിന്നിയോട് പറഞ്ഞിട്ടുണ്ട്, മദർ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യണമെന്ന രീതിയിൽ സനമിക്ക് പറ്റാവുന്ന രീതിയിൽ തന്നെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസമാണ് ആ ഒരു സംഭവം നടക്കുന്നത്. നമ്മുടെ സനമിയുടെ മദർ ആണെങ്കിൽ പണി കഴിഞ്ഞ് വീട്ടിലെത്താൻ വൈകുന്നു. അങ്ങനെ ഈ സമയം സനമി എഴുന്നേറ്റ് ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സനമിയുടെ അമ്മയെ നോക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു. അപ്പോഴാണ് പുറത്ത് ആരോ വന്നതായിട്ടുള്ളത് മനസ്സിലായി. ഗിന്നിയും അവരുടെ സഹോദരങ്ങളും തന്റെ അമ്മയാണ് പുറത്തു വന്നതെന്ന് അവർ ഓടിച്ചെന്ന് കതകിനടുത്ത് എത്തുമ്പോഴേക്കും അതൊരു ഡീമൺ ആയിരിക്കും. ആ ഒരു ഡീമൺ ആണെങ്കിൽ ഗിന്നി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സഹോദരങ്ങളെയും അങ്ങ് കൊന്നു കളയുന്നു. അങ്ങനെ ആ ഡീമൺ അവസാനം ഗിന്നിയെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴാണ് സനമി പെട്ടെന്ന് അവിടെ വന്ന് ആ ഒരു ഡീമണിനെ എടുത്ത് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് രാവിലെയായി തന്റെ സഹോദരങ്ങളെ രക്ഷിക്കാൻ ഡോക്ടറെ തപ്പി പോകുന്ന സമയത്താണ് ഗന്യ സനമിയെ കാണുന്നത്. ഇവിടെ സനമിയെ നോക്കിക്കഴിഞ്ഞാൽ സനമിയാണെങ്കിൽ തന്റെ അമ്മയെ കൊന്ന് സനമിയുടെ മുന്നിലായി അമ്മ മരിച്ച രീതിയിലാണ് ഉള്ളത്. ഇതൊക്കെ കാണുന്ന ഗന്യക്ക് ഇതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നീ മദറിനെ കൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനൊരു കുറ്റക്കാരനാക്കി ഗന്യ അവിടെ നിന്നും പോകുന്നു. അതായത് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ മദർ ഇല്ലേ, സത്യത്തിൽ അവരാണ് ശരിക്കും ഡീമണായി മാറിയത്. യഥാർത്ഥത്തിൽ സനമയാണെങ്കിൽ തന്റെ മദറിനെ കൊന്നിട്ടില്ല. അതായത് ഇവിടെ സനമയാണെങ്കിൽ തന്റെ അമ്മയെ ലോക്ക് ചെയ്ത് വെച്ച് പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു. എന്നാൽ അത് നടന്നില്ല. പകലായി വെയില് വന്ന സമയത്ത് ആ ഒരു സൂര്യപ്രകാശം തട്ടി തന്റെ അമ്മ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു ഡീമൺ. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സനമി മറ്റുള്ള ആർക്കും ഇതുപോലെ സംഭവിക്കരുത് എന്ന് കരുതി ഡീമൺസിനെ കൊല്ലാൻ വേണ്ടി തുടങ്ങും. അതായത് ഒറ്റയ്ക്കാണ് നമ്മുടെ സനമി ഈ ഒരു ഡീമൺസിനൊക്കെ പിടിക്കുന്നത്. അതായത് സനമി എങ്ങനെയാണ് ഈ ഡീമൺസിനെ പിടിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സനമിക്ക് നമ്മുടെ ഡീമൺ സ്ലെയർ കോർപ്പ് ഉള്ളതും നിശ്ചര്യം സോഡുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ സനമിക്ക് അറിയില്ല. സനമിയാണെങ്കിൽ ഡീമൺസിനെ തപ്പിപ്പോയി അതിനെ പിടിച്ചു വെച്ച് രാവിലെ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഓരോ ഡീമൺസിനെയും അങ്ങ് ഇല്ലാതാക്കുന്നത്. അങ്ങനെയാണ് സനമി ഒരു ദിവസം കുമേനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കണ്ടുമുട്ടുന്നത്. അവരാണെങ്കിൽ ഡീമൺ സ്ലെയർ കോർപ്പിലുള്ള ഒരാളാണ്. അങ്ങനെയാണ് സനമിക്ക് ഈ ഒരു സംഭവങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാവുന്നത്. കൂടാതെ അവന്റെ കയ്യിൽ നിന്നും ട്രെയിനിങ് ചെയ്ത് വിൻ സ്റ്റൈലും പഠിച്ചെടുക്കുന്നു. രണ്ടുപേരും നല്ലൊരു ഫ്രണ്ടായി മാറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് രണ്ടുപേരും ഒരു ദിവസം ഒരു ഡീമണിനെ കൊല്ലാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ഡീമൺ ശരിക്കും 11th ഗിസുകിയിലുള്ള ഒരു ലോവർ റാങ്ക് ഡീമൺ ആണ്. ആ ഒരു ഡീമണിന്റെ അറ്റാക്കിൽ നിന്നും നമ്മുടെ സനമിയുടെ ഫ്രണ്ട് മരിക്കുകയും ആ ഒരു ഡീമണിനെ സനമി കൊന്നതുകൊണ്ട് തന്നെ ഉബേഷാക്കി സനമിയെ ഒരു ഹാഷിരയാക്കി മാറ്റുകയും ചെയ്യുന്നു. എന്നാൽ ഉബേഷാക്കിയുടെ ഓർഡർ പ്രകാരമാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത്. ഇതിൽ ഒരുപാട് ആൾക്കാർ മരിക്കുന്നത് കൊണ്ട് സനമിക്ക് ആദ്യം ഉബേഷാക്കിയുടെ മുകളിൽ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നീട് സനമിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉബേഷാക്കിയെ ഒരു മാസ്റ്ററായി കാണുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സനമി ഇങ്ങനെ മറ്റുള്ളവരോട് റൂഡായിട്ട് പെരുമാറാനുള്ള മറ്റൊരു കാരണം അവൻ വന്ന വഴി തന്നെയാണ്. അതായത് അവൻ വന്ന വഴിയിലൂടെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഓൾറെഡി മനസ്സിലാക്കി. പിന്നെ എന്ത് സംഭവിച്ചാലും അതിലൊരു മാറ്റവും അവൻ വരുത്തില്ല. അതായത് ഇവിടെ എക്സാമ്പിളായി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നെസുക്കോയുടെ കാര്യം പറഞ്ഞില്ലേ, ഓൾറെഡി നെസുക്കോ മറ്റുള്ള ഹ്യൂമൻസിനൊന്നും കഴിക്കില്ല, ഒരു ഹ്യൂമൻസിനെയും അറ്റാക്ക് ചെയ്യില്ല എന്ന് ഓൾറെഡി എല്ലാ ഹാഷിരാക്കും മനസ്സിലായി. എന്നാൽ സനമിക്കാണെങ്കിൽ തന്റെ മദർ പോലും ഡീമൺ ആയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പോൾ നെസുക്കോ ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യില്ല എന്ന ആ ഒരു വിഷയം നമ്മുടെ സനമിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് സനമി ആ ഒരു സമയത്ത് റൂഡായിട്ട് പെരുമാറിയത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഗന്യയോടും ആ ഒരു രീതിയിൽ റൂഡായിട്ടാണ് ഇവിടെ സംസാരിച്ചത്. അതിന്റെ കാരണവും തന്റെ അമ്മയെ കൊന്നത് സനമിയാണ് എന്ന രീതിയിലാണ് ഗന്യ കാണുന്നത്. എന്നാൽ സത്യാവസ്ഥ എന്താണെന്ന് പോലും തിരിച്ചറിയാതെയാണ് സനമിയോട് ഗന്യ ആ രീതിയിൽ അന്ന് പെരുമാറിയത്. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ സനമിക്ക് ആ ഒരു ദേഷ്യം ഗിന്നിയോടുണ്ട്. കൂടാതെ സനമിയുടെ കൂടെ ആരൊക്കെ ക്ലോസ് ആയിട്ട് നിന്നിട്ടുണ്ടോ അവരൊക്കെ മരിച്ചു പോയിട്ടാണ് ഉള്ളത്. അതും ഒരു റീസൺ ആണെന്ന് പറയാം. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മറ്റുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഗിന്യ വളരെയധികം വീക്കാണ്. കൂടാതെ ഡീമൺസിന്റെ ഫ്ലഷ് വരെ നമ്മുടെ ഗിന്യ കഴിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗിന്യ ഡീമണായി മാറുമോ എന്നൊരു ഡൗട്ടും നമ്മുടെ സനമിക്ക് നല്ലതുപോലെ ഉണ്ട്. ഇങ്ങനെ പോയാൽ ഗിന്യയെ നഷ്ടപ്പെടുമെന്ന് നമ്മുടെ സനമിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് അന്ന് സനമി ഗിന്യയുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ വേണ്ടി നോക്കിയത്. കാരണം കണ്ണ് കാണാത്ത ഒരാൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ചേരാൻ കഴിയില്ല. ഇതിൽ നിന്ന് പുറത്താകും, ഗിന്യ സേഫ് ആകും. അതായത് ഇവനെ സേഫ് ആക്കി വെക്കാൻ വേണ്ടിയാണ് സനമി ഇത്രയൊക്കെ ചെയ്തത്. പിന്നെ നമ്മുടെ സനമി ആ ഒരു റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നില്ലേ, ആ ഒരു പെരുമാറ്റം കൊണ്ട് തന്നെയാണ് സനമി അത്രയധികം ശക്തനായത്. നമ്മുടെ കോക്കുഷിബുവിന്റെ കൂടെയുള്ള ഫൈറ്റിൽ മൊയ്ച്ചിരേക്കാൾ പവർഫുൾ ആകുന്നുണ്ട് നമ്മുടെ സനമി. കൂടാതെ ഇവിടെ നിന്നാണ് സനമിക്ക് ആ ഒരു ഡീമൺ സ്ലെയർ മാർക്കും അവൈക്കൺ ആകുന്നത്. അതുപോലെ തന്നെ സനമിയുടെ ബ്ലഡ് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. നോർമൽ ഹ്യൂമൻസിനേക്കാൾ ബ്ലഡ് കൂടുതലാണ് നമ്മുടെ സനമിക്ക്. കൂടാതെ ഈ ഒരു ബ്ലഡ് ഡീമൺസ് കഴിക്കുന്ന സമയത്ത് ഡീമൺസിന് ഒരു ഡ്രഗ് പോലെ അത് അഫക്റ്റ് ആകും. അതായത് നമ്മുടെ സനമി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ബോഡിയിൽ മുറിവുകൾ ഉണ്ടാക്കി ആ ഒരു ബ്ലഡ് വെച്ച് ഡീമൺസിനെ പിടിക്കുകയാണ് മുൻപ് ചെയ്തിരുന്നത്. സനമിയുടെ ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മുറിവുകളുടെ മാർക്കൊക്കെ നമുക്ക് കാണാനും സാധിക്കും. ഇനി സനമി യൂസ് ചെയ്യുന്ന ബ്രീത്തിങ് സ്റ്റൈൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, വിൻ സ്റ്റൈൽ തന്നെ. മറ്റുള്ള ഹാഷ്രാസിനെ പോലെയല്ല, വിൻ സ്റ്റൈലിന്റെ 7 ഫോമും നമ്മുടെ സനമിക്ക് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് സനമിയെ കുറിച്ച് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.